നമസ്കാരം. പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ തിരക്കിട്ട നീക്കം. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കൊപ്പം സംസ്ഥാനത്തെ 6 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്കും ജീവനക്കാർക്കും ക്ഷാമബത്തയും ക്ഷാമാശ്വാസ കുടിശ്ശികയും അടക്കം വിതരണം ചെയ്യാൻ സർക്കാർ നടപടി ആരംഭിച്ചു. സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക കൈപ്പറ്റുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ വിവിധ ഇനങ്ങളിലായി സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ആനുകൂല്യം ലഭ്യമാക്കും. ക്ഷേമ പെൻഷൻ തുക 2500 ഉയർത്തുമെന്നുള്ള സർക്കാർ വാഗ്ദാനം നിലവിൽ ഉള്ളതിനാൽ നിലവിൽ പെൻഷൻ തുകയിൽ 1600 രൂപയിൽ നിന്ന് 1700 രൂപയിലേക്കുള്ള ഒരു വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. 100 മുതൽ 200 രൂപ വരെയുള്ള വർധനവ് ഉണ്ടായേക്കുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡിസംബർ മാസം പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തിലെ തനത് പെൻഷൻ തുകയും ഡിസംബർ മാസത്തിലെ ഒരു ഗഡുവും കൂടി ചേർത്ത് ഡിസംബറിൽ 2 ഗഡു 3200 രൂപ വീതം ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കും. ക്ഷാമബത്ത കുടിശ്ശികയും അനുവദിച്ചേക്കും. ഉപതിരഞ്ഞെടുപ്പുകളിൽ പോസ്റ്റൽ വോട്ടിൽ തിരിച്ചടി നേരിട്ടത് ധനമന്ത്രി KN ബാലഗോപാലിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇതോടെയാണ് ക്ഷാമബത്ത കുടിശ്ശികയിൽ സർക്കാർ മനംമാറ്റം. 19% ക്ഷാമബത്ത കുടിശ്ശിക. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കുടിശ്ശിക ഇത്രയും ഉയരുന്നത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തോറ്റതോടെ ക്ഷാമബത്ത കുടിശ്ശിക നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവന നടത്തി. ഈ സാമ്പത്തിക വർഷം 2 ഗഡുക്കൾ നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം. നവംബർ മാസത്തെ ശമ്പളത്തോടൊപ്പം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ക്ഷാമബത്തയും KN ബാലഗോപാൽ അനുവദിച്ചെങ്കിലും ഉപതിരഞ്ഞെടുപ്പിൽ അത് നേട്ടമായില്ല. പാലക്കാട് പോസ്റ്റൽ വോട്ടിൽ 3ാം സ്ഥാനത്താണ് LDF. ഈ സാമ്പത്തിക വർഷം 2 ഗഡു DA തന്നാലും നിലവിലെ 6 ഗഡു കുടിശ്ശിക അങ്ങനെ തുടരും. 2021 അനുവദിച്ച 5% ക്ഷാമബത്തക്ക് അർഹതപ്പെട്ട 78 മാസത്തെ കുടിശ്ശികയും KN ബാലഗോപാൽ നിഷേധിച്ചു. ഇതും പോസ്റ്റൽ വോട്ടിലെ തിരിച്ചടിക്ക് കാരണമായി. 11ാം മാസം തദ്ദേശ തെരഞ്ഞെടുപ്പും 16ാം മാസം നിയമസഭാ തിരഞ്ഞെടുപ്പും ഓരോ വോട്ടും നിർണായകമാകുന്ന തിരഞ്ഞെടുപ്പിൽ മുഖം തിരിച്ചു നിൽക്കുന്ന ജീവനക്കാർ സർക്കാരിന് വെല്ലുവിളിയാവുകയാണ്. ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നതോടെ 6 ലക്ഷത്തിലധികം പെൻഷൻകാരും സർക്കാരിനോട് ഇടഞ്ഞു നിൽക്കുകയാണ്. തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ ക്ഷാമബത്ത കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കാൻ KN ബാലഗോപാലിനുമേൽ സമ്മർദ്ദം ഏറുകയാണ്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.